നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLAക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ശ്രമിക്കുന്നില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കാഡ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രീൻ ഫെസ്റ്റ് വിത്ത് മഹോത്സവത്തിന് 26-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് ആരംഭിച്ചു. സെന്റ് പോൾസ് ആയുർവേദ ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് സീസൺ 3യുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. പ്രൊജക്ട് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ഇടുക്കി ഏരിയ ശില്പശാല നടന്നു. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി G. വിജയാനന്ദ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLAക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. തൊടുപുഴ ഷെറോൺ കൾച്ചർ സെന്ററിൽ നടന്ന ചടങ്ങിൽ DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വാർഡ് പ്രസിഡന്റുമാർക്കുള്ള ഐഡന്റിറ്റി കാർഡുകളുടെ വിതരണോദ്ഘാടനം സണ്ണി ജോസഫ് നിർവഹിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA ഉൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്തു. കർഷക സ്നേഹം നടിക്കുന്ന ഇടതു സർക്കാർ ഭൂവിഷയങ്ങളും നിർമ്മാണ നിരോധന വിഷയവും സങ്കീർണമാക്കി ജില്ലയിലെ കർഷക ജനതയെ വഞ്ചിച്ചിരിക്കുകയാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA പ്രസ്താവിച്ചു. UDF സർക്കാർ കൊണ്ടുവന്ന പദ്ധതികളല്ലാതെ പുതിയ വികസന പദ്ധതികൾ ഒന്നും തന്നെ നടപ്പിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. വന്യമൃഗശല്യം കൊണ്ട് കൃഷി ചെയ്യാൻ കഴിയാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ജനങ്ങളെ സഹായിക്കാൻ എന്തു നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കണം. ജനസമൂഹത്തോട് കാണിക്കുന്ന നീതികേടിന് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടുക്കിയിലെ ജനം LDFനോട് കണക്ക് തീർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊടുപുഴയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് ജില്ലയിലെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാർക്കുള്ള തിരിച്ചറിയൽ കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു ജില്ലയാണ് ഇടുക്കി. കേരളത്തിന്റെ മലയോര ജില്ല. ഹൈ റേഞ്ച് ആണ് ഇടുക്കിയിൽ, അധികവും ഹൈ റേഞ്ച് ആണ്. ആ ഹൈ റേഞ്ചിലെ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാര മാർഗം ഉണ്ടാക്കാൻ ഈ 9 വർഷക്കാലം പിന്നിടുന്ന പിണറായി സർക്കാരിന് സാധിച്ചോ? കൊട്ടിക്കോഷിച്ച് അവർ പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് അത് കടലാസിൽ തന്നെ നിൽക്കുകയാണ്. ഭൂപ്രശ്നങ്ങൾ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഒമ്മൻകുത്തിൽ വണ്ണപ്പുറം പഞ്ചായത്തിൽ സ്ഥാപിച്ച ആ കുരിശ് പറിച്ചു മാറ്റുന്ന എന്തിനു വേണ്ടിയാണ്? ആ ഭൂമിയിൽ വനം വകുപ്പിന് ഇല്ലാത്ത അവകാശം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. വനം വകുപ്പ് വന്യജീവി അക്രമങ്ങളുടെ കെടുതി അനുഭവിക്കുന്ന ഇടുക്കി ഉൾപ്പെടെയുള്ള കേരളത്തിലെ മലയോര പ്രദേശങ്ങളുടെ പ്രശ്നങ്ങൾ, ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വനം വകുപ്പ് ശ്രദ്ധിക്കുന്നില്ല, അതിന് കഴിയുന്നില്ല. മറിച്ച് വനം വകുപ്പ് കുരിശ് കണ്ട ചെകുത്താനെ പോലെ കൃഷിക്കാർക്കെതിരെ, കർഷകർക്കെതിരെ ഇന്ന് വാളോങ്ങി നിൽക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? പട്ടയ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. ബഫർ സോൺ വിഷയം കേരളത്തിലെ പിണറായി സർക്കാർ വന്നിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ അത് 0 പോയിന്റ് ആയിരിക്കണം, വനാതിർത്തിയിൽ നിന്ന് ബഫർ സോൺ 0 പോയിന്റ് ആയിരിക്കണം എന്ന് ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനിച്ചിരുന്നുവെങ്കിൽ പിണറായി സർക്കാരാണ് സർക്കാർ ഉത്തരവിലൂടെ, ഡീൻ കുര്യാക്കോസൊക്കെ നിയമസഭയിൽ അത് ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. പാർലമെന്റിൽ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ അത് സംബന്ധിച്ച് അടിയന്തര പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ട്. സർക്കാർ ഉത്തരവിലൂടെ 1 കിലോമീറ്റർ വരെ ബഫർ സോൺ ആകാം എന്ന് തീരുമാനിച്ച് കേന്ദ്രത്തെ അറിയിച്ച കർഷക ദ്രോഹ നിലപാടുകളാണ് കേരളത്തിലെ പിണറായി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സർക്കാരിനെതിരെയുള്ള ആദ്യത്തെ ജനവിധി തദ്ദേശ തെരഞ്ഞെടുപ്പായിരിക്കണം. അത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ വാർഡ് അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിനുവേണ്ടിയാണ് കോൺഗ്രസ് മിഷൻ 2025 2025
നമ്മുടെ ഉത്തരവാദിത്തം, നമ്മുടെ ദൗത്യം അതാണെന്ന് മനസ്സിലാക്കി 821 പേർക്ക് തിരിച്ചറിയൽ കാർഡുകൾ നൽകി. DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ മുഖ്യ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, KPCC ജനറൽ സെക്രട്ടറിമാരായ ജോസി സെബാസ്റ്റ്യൻ, S അശോകൻ, നേതാക്കളായ EM ആഗസ്തി, റോയി K പൗലോസ്, ഇബ്രാഹിംകുട്ടി കല്ലാർ, AK മണി, ജോയി വെട്ടിക്കുഴി, തോമസ് രാജൻ, MN ഗോപി, AP ഉസ്മാൻ, MK പുരുഷോത്തമൻ, നിഷ സോമൻ, സേനാപതി വേണു, MD അർജുനൻ, ഷിബിലി സാഹിബ്, TJ പീറ്റർ, സിറിയക് തോമസ്, D കുമാർ, PV സ്കറിയ, ജോർജ് ജോസഫ് പടവൻ, ജോൺ നെടിയപാല, KS അരുൺ, NI ബെന്നി, ഇന്ദു സുധാകരൻ, CP കൃഷ്ണൻ, PS ചന്ദ്രശേഖരപിള്ള, ജോസ് അഗസ്റ്റിൻ, ചാർലി ആന്റണി, VE താജുദ്ദീൻ, ലീലാമ ജോസ്, ഷാജി പൈനാടുത്ത്, PA അബ്ദുൾ റഷീദ്, ആഗസ്തി അഴുകത്ത്, KJ ബെന്നി, N പുരുഷോത്തമൻ, PK ചന്ദ്രശേഖരൻ, PR സലീംകുമാർ, G മുരളീധരൻ, KB സെൽവം, വിജയകുമാർ മറ്റക്കര, ജാഫർ ഖാൻ മുഹമ്മദ്, മനോജ് മുരളി, ബെന്നി തുണ്ടത്തിൽ, ജോർജ് തോമസ്, MK ഷാജഹാൻ, രാജു ഓടയ്ക്കൽ, അനീഷ് ജോർജ്, തോമസ് മൈക്കിൾ, റോബിൻ കാരക്കാട്, ജോർജ് കൂറുംപുറം, ബാബു കുര്യാക്കോസ്, PD ജോസഫ്, ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, മിനി സാബു, രാജാ മാട്ടൂക്കാരൻ, ടോമി പാലക്കൻ, മനോജ് കോക്കാട്, ടോണി തോമസ്, PR രാജേഷ് ബാബു, MH സജീവ്, റോബിൻ മൈലാടി, സുരേഷ് രാജു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ശ്രമിക്കുന്നില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും സ്റ്റാലിനും ഒരുമിച്ചിരുന്ന് ചായയും പരിപ്പുവടയും കഴിച്ച് പിരിയുകയാണ് ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇവർ ജനത്തെ കബളിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP ഇടുക്കി സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ വികസിത കേരളം കൺവെൻഷൻ കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത കേരളം എന്നാൽ 3.5 കോടിയോളം മലയാളികളുടെ വികസനമാണ്. 2004 മുതൽ 2014 വരെ 10 വർഷം കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചു. അന്ന് കേരളത്തിൽ നിന്ന് 8 മന്ത്രിമാരുണ്ടായിട്ടും എന്തു ഗുണമാണുണ്ടായത്? കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിക്കുന്ന LDF സർക്കാരിന് ഇന്ന് കടം വാങ്ങാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ജനങ്ങൾക്കായി ഒരു പദ്ധതിയും നടപ്പിലാക്കാതെ കേന്ദ്രം നടപ്പിലാക്കിയ പദ്ധതികൾ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുകയാണ് മുഖ്യമന്ത്രി എന്നും. മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ശ്രമിക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും സ്റ്റാലിനും ഒരുമിച്ചിരുന്ന ചായയും പരിപ്പുവടയും കഴിച്ച് പിരിയുകയാണ് ചെയ്യുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. മുല്ലപ്പെരിയാർ പറഞ്ഞ ആ ഇഷ്യൂ 50 ലക്ഷം ജനങ്ങളെ ഒരു ഡേഞ്ചർ എടുക്കുന്ന ഒരു ഇഷ്യൂ ആണ്. സ്റ്റാലിൻ ആണ് മുഖ്യമന്ത്രി തമിഴ്നാടിൽ. രാഹുൽ ഗാന്ധിയും പിണറായി വിജയനെയും സ്റ്റാലിനും എത്രയോ തവണ ഡൽഹിയിൽ ഇരുന്ന് പരിപ്പ് വടയും ചായ കുടിച്ച് ഇന്ത്യ അലയൻസ് എന്നും പറഞ്ഞു അവരെന്താണ് ഇത് പരിഹരിക്കാൻ? അവര് 3 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇരിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ട്, സ്റ്റാലിൻ ഇരിക്കുന്നുണ്ട്. ആ പരിപ്പ് വടയും ചായ ഇത്ര തവണ കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴോ ഈ മുല്ലപ്പെരിയാറിന്റെ പരിഹാരം എടുക്കാൻ എന്താണ് ചെയ്യാൻ? അപ്പോ എന്തിനാണ് ആഘോഷം? മലയോര മേഖലയിൽ ആരും ആഘോഷിക്കുന്നില്ല, ആശാ വർക്കേഴ്സ് ആരും ആഘോഷിക്കുന്നില്ല, യുവാക്കൾ ആരും ആഘോഷിക്കുന്നില്ല. എൻട്രൻസ് എക്സാം പാസ്സായ യുവാക്കൾ അവർക്ക് തൊഴിൽ കിട്ടാന്നിരിക്കുമ്പോൾ അവരാഘോഷിക്കുന്നില്ല. ദളിത് സമുദായത്തിന് ആരും ആഘോഷിക്കുന്നില്ല. വീട് വേണമെന്ന് പറഞ്ഞ് 8 കൊല്ലം ലൈഫ് മിഷനും പറഞ്ഞ് നടക്കുന്ന ഒരു പ്രോമിസ് കൊടുത്ത് നടക്കുന്ന ഒരു സർക്കാർ ഇതുവരെ വീട് കൊടുത്തിട്ടില്ല. അവരാഘോഷിക്കുന്നില്ല വീടില്ലാത്തവർ. പിന്നെ എന്തിനാണ് ആഘോഷം? ഒരു ആഘോഷമില്ല. ഈ 2 പാർട്ടി പണ്ട് കാലത്ത് വ്യത്യാസം ഉണ്ടായി. 2 പാർട്ടി, ഒരു പാർട്ടി അക്രമത്തിന്റെ രാഷ്ട്രം, ഒരു പാർട്ടി അഴിമതിയുടെ രാഷ്ട്രം. ഇന്ന് ഒരു വ്യത്യാസവും. BJP ഇടുക്കി സൗത്ത് വികസിത കേരളം കൺവെൻഷൻ കട്ടപ്പന വള്ളക്കടവിൽ വെച്ചാണ് നടന്നത്. BJP ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് VC വർഗീസ് അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ വെച്ച് ഇടുക്കി DCC മുൻ ജനറൽ സെക്രട്ടറി ബെന്നി പെരുവന്താനം BJPയിൽ ചേർന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി. വഖഫ് വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്ന് ബെന്നി പെരുവന്താനം പറഞ്ഞു. കൂടാതെ വിവിധ രാഷ്ട്രീയ കക്ഷി സംഘടനകളിൽ നിന്നുള്ള ആളുകളും BJPയിൽ ചേർന്നു. BJP സംസ്ഥാന സെക്രട്ടറി S സുരേഷ് തുടങ്ങി BJPയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു.
ഓർമ്മകൾ പുതുക്കി ന്യൂമാൻ കോളേജിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എത്തി. അലുമിനി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കെ ജോസഫ്, വൈസ് പ്രസിഡന്റ് M മോനിച്ചൻ എന്നിവരുടെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സണ്ണി ജോസഫ് MLAക്ക് ബൊക്കെ നൽകി കോളേജിലേക്ക് സ്വീകരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, പ്രൊഫസർ MJ ജേക്കബ്, റോയി K പൗലോസ്, ജോയി വെട്ടിക്കുഴി, പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവരും സ്വീകരണ യോഗത്തിൽ പങ്കുചേർന്നു. KPCC പ്രസിഡന്റായ ശേഷം തൊടുപുഴയിലെത്തിയ സണ്ണി ജോസഫ് MLA ഓർമ്മകൾ പുതുക്കാൻ ന്യൂമാൻ കോളേജിലുമെത്തി. വളരെ തിരക്കുള്ള ദിവസമായിരുന്നിട്ടും KSU നേതാവായി തുടക്കം കുറിച്ച ന്യൂമാൻ കോളേജിലെത്താൻ സണ്ണി ജോസഫ് സമയം കണ്ടെത്തി. 1968, 1970 കാലഘട്ടത്തിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയും 1970, 1973 കാലഘട്ടത്തിൽ BA എക്കണോമിക്സ് ബിരുദ വിദ്യാർത്ഥിയുമായിരുന്നു അദ്ദേഹം. ന്യൂമാൻ കോളേജിൽ നിന്നും ബിരുദം നേടിയ ശേഷമാണ് അദ്ദേഹം കണ്ണൂരിലേക്ക് കുടിയേറിയത്. അലുമിനി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കെ ജോസഫ്, വൈസ് പ്രസിഡന്റ് M മോനിച്ചൻ എന്നിവരുടെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സണ്ണി ജോസഫ് MLAക്ക് ബൊക്കെ നൽകി കോളേജിലേക്ക് സ്വീകരിച്ചു. കോളേജ് മാനേജ്മെന്റിന് വേണ്ടി വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രഹാം, ക്യാപ്റ്റൻ പ്രജീഷ് C മാത്യു, ഫാദർ അലൻ വെള്ളാംകുന്നിൽ, ഡോക്ടർ ജിതിൻ ജോയ് എന്നിവർ ചേർന്ന് സ്വീകരണം നൽകി. പൂർവ്വ വിദ്യാർത്ഥികളായ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, പ്രൊഫസർ MJ ജേക്കബ്, റോയി K പൗലോസ്, ജോയി വെട്ടിക്കുഴി, പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ, മനോജ് കോക്കാട്ട്, ബ്ലേസ് G വാഴയിൽ, സനു കൃഷ്ണൻ എന്നിവരും സ്വീകരണത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേന്ദ്ര സർക്കാർ പണം മുടക്കിയ പദ്ധതികൾ സ്വന്തം പദ്ധതികളായി അവതരിപ്പിച്ച പിണറായി സർക്കാർ നിർമ്മാണത്തിലിരുന്ന ഹൈവേ തകർന്നപ്പോൾ ഞങ്ങളല്ല ചെയ്തത്, ഞങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറയുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. BJP ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ വികസിത കേരളം കൺവെൻഷൻ തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ വികസിത കേരളം കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ പണം മുടക്കിയ പദ്ധതികൾ സ്വന്തം പദ്ധതികളായി അവതരിപ്പിച്ച പിണറായി സർക്കാർ നിർമ്മാണത്തിലിരുന്ന ഹൈവേ തകർന്നപ്പോൾ ഞങ്ങളല്ല ചെയ്തത്, ഞങ്ങൾക്കൊന്നും അറിയില്ലെന്ന് പറയുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിനും സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല. പ്രീണന രാഷ്ട്രീയം മാത്രമാണ് അവരുടെ ലക്ഷ്യം. 3.5 കോടി മലയാളികളുടെ വികസനവും ക്ഷേമവും ഉറപ്പാക്കുകയാണ് BJP ലക്ഷ്യമിടുന്നതെന്നും കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ BJP അധികാരത്തിൽ എത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് പാർട്ടി, സോണിയാഗാന്ധിന്റെ കോൺഗ്രസ് പാർട്ടി ജനങ്ങൾ വാഗ്ദാനം കൊടുത്ത് ജനങ്ങൾ വിശ്വസിച്ചു. 2004 കോൺഗ്രസിന് ഒരു അവസരം കൊടുത്തു. 10 കൊല്ലം കോൺഗ്രസ് UP ഭരിച്ചു. ജനങ്ങൾ വിശ്വസിച്ചു, അവസരം കൊടുത്തു. 10 കൊല്ലം കോൺഗ്രസ് ഭരിച്ചു. ആ 10 കൊല്ലം ഭരിക്കുമ്പോൾ ആദ്യത്തെ 5 കൊല്ലം പിന്തുണ ആരുടെയായിരുന്നു? CPMന്റെ. ഈ 10 കൊല്ലം കോൺഗ്രസ് ഭരിച്ചപ്പോൾ നമ്മുടെ നാട് കേരളത്തിൽ നിന്ന് എത്ര മന്ത്രിമാരുണ്ടായിരുന്നു? 8 മന്ത്രിമാർ. എന്നിട്ട് ആ 10 കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്തപ്പോൾ കോൺഗ്രസ് UP എന്ത് ചെയ്തു? നമ്മുടെ നാടിന് വേണ്ടി എന്ത് ചെയ്തു? ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തു? അത് മറക്കരുത്. ഇന്ത്യയുടെ ഇക്കോണമിനെ 5 ഏറ്റവും ദുർബലമായ ഇക്കോണമിയിൽ 1-ാം നമ്പർ ആക്കി വെച്ചു. അതായിരുന്നു കോൺഗ്രസിന്റെ 10 കൊല്ലത്തിന് ഭരണം. ഇടുക്കി നോർത്ത് ജില്ലാ അധ്യക്ഷൻ PP സാനു യോഗത്തിൽ അധ്യക്ഷനായി. ജില്ലയുടെ പ്രഭാരി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ, സഹപ്രഭാരി അഡ്വക്കേറ്റ് നോബിൾ മാത്യു, സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം ഷോൺ ജോർജ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ്, VR അളകരാജ്, മേഖലാ സംഘടനാ സെക്രട്ടറി N പത്മകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് അമ്പിളി അനിൽ, ബെന്നി ജോസഫ്, KP രാജേന്ദ്രൻ, PG രാജശേഖരൻ, അബു NK, EK മോഹനൻ, മുന്നി രാജു, ജയലക്ഷ്മി ഗോപൻ, ജില്ലാ സെക്രട്ടറിമാരായ അന്നമ്മ കുരുവിള, ആനി ബാബു, ശ്രീലക്ഷ്മി സുദീപ്, ജോർജ് പൗലോസ്, വിഷ്ണു പുതിയടത്ത്, ഷിൻമോൻ PV തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ നിരവധി CPM കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് BJP അംഗത്വം സ്വീകരിച്ചു. സാമൂഹിക ക്ഷേമ പെൻഷൻ സമരത്തിലൂടെ ശ്രദ്ധേയനായ മറിയക്കുട്ടി ചേടത്തി BJPയിൽ അംഗത്വമെടുത്തു. തൊടുപുഴയിൽ നടന്ന വികസിത കേരളം കൺവെൻഷനിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷോൾ അണിയിച്ച് മറിയക്കുട്ടി ചേടത്തിയെ സ്വീകരിച്ചു. തുടർന്ന് താമരപ്പൂവും നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കാഡ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രീൻ ഫെസ്റ്റ് വിത്ത് മഹോത്സവത്തിന് 26-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PJ ജോസഫ് MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വ്യത്യസ്തങ്ങളായ വിളകളുടെ പ്രദർശന ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിക്കും. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാനും ഗ്രീൻ ഫെസ്റ്റ് സ്വാഗത സംഘം ചെയർമാനുമായ K ദീപക് അധ്യക്ഷത വഹിക്കും.
കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മണ്ടത്തുകണ്ടത്തിൽ, തൊടുപുഴ ഡിവൈഎസ്പി ഇമ്മാനുവൽ പോൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കാഡ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രീൻ ഫെസ്റ്റ് വിത്ത് മഹോത്സവത്തിന് 26-ന് തുടക്കമാകും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഗ്രീൻ ഫെസ്റ്റിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കും. ബംഗളൂർ ഷെറോൺ കൾച്ചറൽ സെന്ററാണ് ഇത്തവണ ഗ്രീൻ ഫെസ്റ്റിന് വേദിയാകുന്നത്. കൃഷി, ആവേശം, ആനന്ദം, അനായാസം എന്നതാണ് ഇത്തവണത്തെ ഗ്രീൻ ഫെസ്റ്റിന്റെ സന്ദേശം. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറുതും ഓമനത്വമുള്ളതുമായ പൊങ്കാനൂർ പശുക്കളുടെ പ്രദർശനം, പൂച്ചകളുടെ സൗന്ദര്യ മത്സരം എന്നിവ മേളയെ വ്യത്യസ്തമാക്കുന്നു. കർഷകർക്കായി ആയിരക്കണക്കിന് ചെടികളും വിത്തുകളും വളങ്ങളും 30% വരെ സബ്സിഡിയോടുകൂടി നൽകും. വൈകുന്നേരങ്ങളിൽ മനോഹരമായ കലാപരിപാടികളും കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള ഫുഡ് ഫെസ്റ്റും കുട്ടികൾക്കായുള്ള അമ്യൂസ്മെന്റ് പാർക്കും മേളയിൽ ഒരുക്കിയിരിക്കുന്നു. കുട്ടികൾക്കുള്ള വിവിധ മത്സരങ്ങളും കാർഷിക സ്പോർട്സും ഹൈബ്രിഡ് കോഴിക്കുഞ്ഞുങ്ങളുടെ വിതരണവും ഹൈബ്രിഡ് പച്ചക്കറി തൈകളുടെ വിതരണവും ഒരുക്കിയിട്ടുണ്ട്. ലഹരി വിരുദ്ധ സന്ദേശയാത്രയോടുകൂടിയാണ് മേള ആരംഭിക്കുന്നത്. 26-ന് വൈകിട്ട് 4-ന് ബംഗളൂർ സ്മിത ജംഗ്ഷനിൽ നിന്നും റാലി ആരംഭിക്കും. ബംഗളൂർ മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ജനാബ് മാഹിൻ മൗലവി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. തുടർന്ന് തൊടുപുഴ ഡിവൈഎസ്പി ഇമ്മാനുവൽ പോൾ റാലി ഫ്ലാഗ് ഓഫ് ചെയ്യും. തൊടുപുഴ ന്യൂമാൻ കോളേജ് NCC കേഡറ്റ് നയിക്കുന്ന ജയ് ജവാൻ ജയ് കിസാൻ ഡിസ്പ്ലേ, വാഴക്കുളം സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന ഫ്ലാഷ് മോബ്, തൊടുപുഴ ദിവ്യരക്ഷാലയം ട്രൂപ്പിന്റെ ബാൻഡ് സെറ്റ്, വ്യത്യസ്തങ്ങളായ വിന്റേജ് വാഹനങ്ങളുടെ പ്രദർശനം, ചെണ്ടമേളം എന്നിവയുടെ അകമ്പടിയോടുകൂടി റാലി 5-ന് മേള നഗറിൽ എത്തിച്ചേരും. തുടർന്ന് പൊതുസമ്മേളനം. ഗ്രീൻ ഫെസ്റ്റ് 2025-ന്റെ ഉദ്ഘാടനം PG ജോസഫ് MLA നിർവഹിക്കും. തൊടുപുഴ മുനിസിപ്പൽ ചെയർമാനും ഗ്രീൻ ഫെസ്റ്റ് സ്വാഗത സംഘം ചെയർമാനുമായ K ദീപക് അധ്യക്ഷത വഹിക്കും. കാർഡ് ചെയർമാൻ ആന്റണി കണ്ടരിക്കൽ സ്വാഗതം ആശംസിക്കും. തുടർന്ന് കാർഡ് സിൽവർ ജൂബിലി സ്മാരക ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് ബാങ്ക് ഉദ്ഘാടനം അഭിവന്തി കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിക്കും. വ്യത്യസ്തങ്ങളായ വിളകളുടെ പ്രദർശന ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിക്കും. കാർഡ്സ് ഗ്രീൻ ലീവ്സ് ഫാം സ്കൂളിന്റെ ഉദ്ഘാടനം വിശുജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മാനേജർ ഡോക്ടർ പയസ് മലയക്കണ്ടം, ഉപ്പുകുന്ന് ഹിൽ സ്റ്റേഷൻ ടൂർ പാക്കേജ് ഉദ്ഘാടനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം, ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ച കാർഡ്സ് നാടൻ കുത്തരിയുടെ വിതരണ ഉദ്ഘാടനം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ എന്നിവർ നിർവഹിക്കും. മ്യൂസിക് ഡയറക്ടർ റഷീദ് പട്ടുറുമാൽ നയിക്കുന്ന മ്യൂസിക് ആൻഡ് ഡാൻസ് ഫ്യൂഷൻ ഷോയും നടക്കും. ഈ വർഷം ഏറ്റവും നല്ല രീതിയിൽ തന്നെ വ്യത്യസ്തമായ വിവിധ പരിപാടികളോടെയാണ് ഗ്രീൻ ഫെസ്റ്റ് ആരംഭിക്കുന്നത്. 26-ാം തീയതി വൈകിട്ട് 4 മണിക്ക് സ്മിത ഹോസ്പിറ്റലിന് സമീപത്ത് നിന്ന് ലഹരി വിരുദ്ധ യാത്രയുമായിട്ടാണ് നമ്മൾ ഇത്തവണത്തെ ഗ്രീൻ ഫെസ്റ്റ് ആരംഭിക്കുന്നത്. അവിടെ നിന്ന് NCC കേഡറ്റ്സിൻ്റെയും വാഴക്കുളം എഞ്ചിനീയറിംഗ് MBA വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലാണ് ഘോഷയാത്ര നമ്മുടെ ബംഗളൂർ ഷെറോൺ കൾച്ചറൽ സെൻ്ററിലേക്ക് പോകുന്നത്. അവിടെ എത്തിയതിനു ശേഷം ഉദ്ഘാടന യോഗത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത്തവണത്തെ നമ്മുടെ ഗ്രീൻ ഫെസ്റ്റിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം കൃഷി, ആവേശം, ആനന്ദം, അനായാസം എന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ ഇത്തവണ ഉയർത്തുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർമാൻ K ദീപക്, കാർഡ് ചെയർമാൻ ആന്റണി കണ്ടരിക്കൽ, ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ ജേക്കബ് മാത്യു, ഡയറക്ടർമാരായ ജിസ് ജോസഫ്, VP ജോർജ്, VP സുകുമാരൻ, KM ജോസ്, സിബിൻ വർഗീസ്, ട്രഷറർ സജി മാത്യു, ടൂർകോ പ്രസിഡന്റ് സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കട്ടപ്പന കല്യാണത്തണ്ട് മലയിൽ വന്യമൃഗ ആക്രമണം. വാഴവര, വാകപ്പടി, പുത്തൻപരിക്കൽ തങ്കപ്പൻ എന്നയാളുടെ പശുക്കിടാവിനെ ചെന്നായ കടിച്ചു കൊന്നു. ചെന്നായക്കൂട്ടം പശുവിനെ ആക്രമിക്കുന്നത് കണ്ടതായി തങ്കപ്പൻ പറഞ്ഞു. ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് ആരംഭിച്ചു. സെന്റ് പോൾസ് ആയുർവേദ ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് സീസൺ 3യുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. പ്രീമിയർ ലീഗ് രക്ഷാധികാരി അബു ജോൺ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് JC തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് കുമാരമംഗലം MKNM സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു. സെന്റ് പോൾസ് ആയുർവേദ ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് സീസൺ 3യുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. പ്രീമിയർ ലീഗ് രക്ഷാധികാരി അബു ജോൺ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് മെമ്പർമാരായ ഉഷ രാജശേഖരൻ, സജി ചെമ്പകശ്ശേരി, അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P അജീവ്, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ മെമ്പർ K ശശിധരൻ, ജോബിൻ പുളിമൂട്ടിൽ, പ്രീമിയർ ലീഗ് കൺവീനർ ബോബൻ ബാലകൃഷ്ണൻ, റഫീഖ് പള്ളത്തുപറമ്പിൽ, അൻവർ ഹുസൈൻ,
ഹുസൈൻ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ പ്രമുഖ ക്ലബ്ബുകളായ മാസ്റ്റേഴ്സ് സ്ക്വാഡ് ഇടുക്കി, ബ്ലാക്ക് ക്യാപ്സ് കുമാരമംഗലം, ഫ്ലിപ്വേർഡ് വണ്ണപ്പുറം, MC കമാൻഡോസ് കാരിക്കോട്, വെസ്റ്റ്മെൻ കോട്ട് തൊടുപുഴ എന്നീ ടീമുകൾ ലീഗിൽ പങ്കെടുക്കും. മത്സര വിജയികൾക്ക് ഔസേഫ് ജോൺ പുളിമൂട്ടിൽ മെമ്മോറിയൽ ട്രോഫി നൽകും. കഴിഞ്ഞ 18 വർഷക്കാലമായി ഇന്റീരിയർ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഇന്റർഡക്കർ ഇന്റീരിയേഴ്സിന്റെ പുതിയ ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് ഡി കുര്യാക്കോസ് MP ഉദ്ഘാടനം നിർവഹിച്ചു. അരിക്കുഴ അഗ്രികൾച്ചർ ഫാമിന് സമീപമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 18 വർഷക്കാലമായി ഇന്റീരിയർ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഇന്റർഡെക്കർ ഇന്റീരിയേഴ്സിന്റെ പുതിയ ഫാക്ടറി പ്രവർത്തനം ആരംഭിച്ചു. ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത മെഷീൻസാണ് പുതിയ ഫാക്ടറിയിൽ ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ വളരെ വേഗത്തിലും സൂക്ഷ്മതയോടും കൂടി വീടുകളുടെയും ഓഫീസുകളുടെയും വാർഡ്രോബും മറ്റ് ഇന്റീരിയർ വസ്തുക്കളും നിർമ്മിച്ചെടുക്കുവാൻ കഴിയും. അരിക്കുഴ അഗ്രികൾച്ചറൽ ഫാമിന് സമീപമാണ് സ്ഥാപനം. പൂർണ്ണമായും കസ്റ്റമൈസബിളായി പ്രവർത്തനം തുടങ്ങിയ പുതിയ ഫാക്ടറിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ആധുനിക കാലഘട്ടത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു കെട്ടിടത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ എല്ലാ സാങ്കേതിക വശവും നല്ലവണ്ണം ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല ഈ സ്ഥാനത്തിലൂടെ അതിന് ലഭിക്കുന്ന സേവനങ്ങൾ വളരെയധികം ഗുണകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇൻറ്റീരിയർ ഡെക്കറേഷനുമായി ബന്ധപ്പെട്ടെല്ലാം വളരെ വലിയ മത്സരങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഒരു ആകർഷണീയത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ മത്സരാധിഷ്ഠിതമായ സമൂഹത്തിൽ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള സേവനങ്ങൾ ലഭിക്കാൻ നല്ല ലാർജ് സ്കെയിലിലുള്ള പ്രൊഡക്ഷൻ ഇക്കാര്യത്തിൽ കൊണ്ടുവരാനൊക്കെയുള്ള സജ്ജീകരണങ്ങൾ ഈ സംവിധാനത്തിൽ ഇവിടെ കൂട്ടിയോജിപ്പിക്കുകയാണ്. അത്യാധുനിക മെഷീനറീസൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനാവശ്യമായിട്ടുള്ള സ്പേസും മറ്റ് സൗകര്യങ്ങളും ഈ ഫാക്ടറിയിൽ തന്നെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേകമായ പരിതസ്ഥിതിയിൽ പല രീതിയിലും അത് ഗുണം ചെയ്യാത്ത ഒരു അവസ്ഥയാണ്. പക്ഷേ അവിടെയെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മുൻപോട്ട് പോകാൻ മജീഷിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇനി അങ്ങോട്ട് തുടർന്നും നല്ല പ്രവർത്തനങ്ങളും സേവനങ്ങളുമായി മുൻപോട്ട് പോയാൽ വിശ്വാസ്യതയും സ്വീകാര്യതയും ഒക്കെ 10 മടങ്ങ് ആർജിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് ഈ നാടിൻ്റെ തന്നെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ സംരംഭമായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. AL ജോർജ് സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഓഫീസ് ഉദ്ഘാടനം ബിജു, ലക്ഷ്മി എന്നിവർ ചേർന്ന് നിർവഹിച്ചു. മണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ജേക്കബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിജോ ജോർജ്, വാർഡ് മെമ്പർ ടോണി കുര്യാക്കോസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ A ജയൻ, വാർഡ് മെമ്പർമാരായ M മധു, ജോമോൻ ഫിലിപ്പ്, അഡ്വക്കേറ്റ് ജോർജ് മാത്യു എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ ഇന്റർഡെക്കർ ഇന്റീരിയേഴ്സിലെ മികച്ച ജീവനക്കാരായ ശ്രീലക്ഷ്മി ഷാജി, സൂര്യ അനു, ജിത്തു ഡിനിൽ, രഞ്ജിനി, രാഹുൽ, നിഖിൽ എന്നിവർക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. തുടർന്നും ഏവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു.
പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ മണക്കാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണക്കാട് ഗവൺമെന്റ് LP സ്കൂളും പരിസരവും ശുചീകരിച്ചു. ഡിവൈഎഫ്ഐ നേതാക്കളായ പ്രമോദ് ബാബു, മനീഷ് ഗുപ്ത, ജിഷ്ണു രാജ്, അനന്തു കൃഷ്ണദാസ്, വിഷ്ണുപ്രസാദ്, കൃഷ്ണകാന്ത്, ഉല്ലാസ് സച്ചിൻ, പ്രേംജിത്ത്, അശ്വിൻ സുഭാഷ്, PTA പ്രസിഡന്റ് PS രാജേഷ് ബാബു, AMC ചെയർമാൻ PP അനീഷ്, ഹെഡ് മിസ്റ്റർ ഷാലിമോൾ PS എന്നിവർ നേതൃത്വം നൽകി. പ്രൊജക്ട് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ഇടുക്കി ഏരിയ ശില്പശാല നടന്നു. കഞ്ഞിക്കുഴി വ്യാപാര ഭവനിൽ നടന്ന ശില്പശാല യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി G. വിജയാനന്ദ് ഉദ്ഘാടനം ചെയ്തു. നിരവധി വ്യക്തികൾ സന്നിഹിതരായിരുന്നു. പ്രോജക്ട് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ഇടുക്കി ഏരിയ ശില്പശാലയാണ് കഞ്ഞിക്കുഴി വ്യാപാര ഭവനിൽ നടന്നത്. പ്രോജക്ട് കൺസ്ട്രക്ഷൻ ഏരിയ പ്രസിഡന്റ് ശശി കന്യാലിൽ അധ്യക്ഷത വഹിച്ച യോഗം യൂണിയൻ ജില്ലാ സെക്രട്ടറി G. വിജയാനന്ദ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ സമയം സാർവദേശീയമായി അംഗീകരിക്കപ്പെട്ട തൊഴിൽ സമയമാണ് നമ്മുടെ രാജ്യത്ത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് 8 മണിക്കൂർ. 8 മണിക്കൂർ തൊഴിൽ സമയം നിശ്ചയിച്ച് കിട്ടുന്നതിന് വേണ്ടി ലോകത്ത് വലിയ പോരാട്ടം നടന്നു. തൊഴിലാളികളുടെ പോരാട്ടം. 8 മണിക്കൂർ ജോലി നിശ്ചയിക്കപ്പെടുന്നതിന് മുമ്പ് തൊഴിൽ സമയം ഉണ്ടായിരുന്നില്ല. സമയം നിശ്ചയിക്കുന്ന തൊഴിലുടമയാണ്. അത് 14 മണിക്കൂറോ 16 മണിക്കൂറോ 18 മണിക്കൂറോ ഒക്കെ ആകും. ഉറങ്ങാൻ അനുവദിക്കത്തില്ല. മറ്റു കാര്യങ്ങൾക്ക് സമയം കിട്ടുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഒരു ദിവസത്തെ 24 മണിക്കൂറിനെ 3ആയി വിഭജിക്കണം. 8 മണിക്കൂർ ഞങ്ങൾ തൊഴിൽ ചെയ്യാം, 8 മണിക്കൂർ ഞങ്ങൾക്ക് ഉറങ്ങണം, 8 മണിക്കൂർ മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ വേണം. ഞങ്ങളും മനുഷ്യരാണ്, കുടുംബത്തോടൊപ്പം ജീവിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് 8 മണിക്കൂർ തൊഴിൽ സമയം 24 മണിക്കൂറിനെ 3ആയി വിഭജിച്ച് 8 മണിക്കൂർ തൊഴിൽ സമയമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് ലോകത്ത് വ്യാപകമായ സമരം, പോരാട്ടം ഇന്നത്തെ തൊഴിലാളി വർഗത്തിൻ്റെ മുൻഗാമികൾ നടത്തിയിട്ടുണ്ട്. ഏരിയ സെക്രട്ടറി K. സവാദ് മുഖ്യ പ്രഭാഷണം നടത്തി. ആശംസ അറിയിച്ചുകൊണ്ട് G. നാരായണൻ നായർ, ലിസി ജോസ്, CV വിജയകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പുലർമഞ്ഞ് 2025 KCYM സംസ്ഥാന ക്യാമ്പ് ആരംഭിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. മലയോര ജനതയെ കയ്യേറ്റക്കാരാക്കുന്നത് കപട പരിസ്ഥിതിവാദികളാണെന്ന് അദ്ദേഹം പറഞ്ഞു. KCYM സംസ്ഥാന പ്രസിഡന്റ് എബിൻ കണിമലയിൽ അധ്യക്ഷത വഹിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ പുലർമഞ്ഞ് 2025 മലയോര ക്യാമ്പ് കുട്ടിക്കാനം മരിയൻ കോളേജിൽ ആരംഭിച്ചു. 23 മുതൽ 25 വരെ നടക്കുന്ന ക്യാമ്പ് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. മലയോര ജനതയെ കയ്യേറ്റക്കാരാക്കുന്നത് കപട പരിസ്ഥിതിവാദികളാണെന്നും പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ കടമയാണെന്നും വന്യമൃഗങ്ങൾ കാട്ടിലാണ് ജീവിക്കേണ്ടതെന്നും അവ മനുഷ്യർക്ക് ഭീഷണിയാകുമ്പോൾ സത്വര നടപടികൾ സ്വീകരിക്കേണ്ടത് വനംവകുപ്പും സർക്കാരുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോകരാജ്യങ്ങൾ പോലും സജീവമായ ചർച്ചയ്ക്ക് വിധേയമാക്കിയ ആധികാരികമായ പഠനങ്ങളും ആശയങ്ങളും ദർശനങ്ങളും അതെല്ലാം ഒരു പരിസ്ഥിതിയെ ചേർത്ത് പിടിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് പറയുന്നത്. പാരിസ്ഥിതിക മനസ്സാമത്തെ കുറിച്ച് പോലും അവിടെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമുള്ളതല്ല, മൃഗങ്ങളും ജന്തുജീവജാലങ്ങളും സകല ജീവവർഗവും ഒരുമിച്ച് ഈ ഭൂമുഖത്ത് ഒരുമിച്ച് ജീവിക്കേണ്ടതാണെന്നുള്ള സത്യത്തെ കുറിച്ച് ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത്? നമ്മളെല്ലാം ഒരുമിച്ച് വിശ്വസിക്കുന്ന കാര്യവും ഒരുമിച്ച് ആഗ്രഹിക്കുന്ന കാര്യവും ബൈബിളും വേദപുസ്തകങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെ കുറിച്ച് ആർക്കും ഒരു ആശങ്കയില്ല. നമ്മുടെ എല്ലാം ആഗ്രഹമാണ്, അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ നിലകൊള്ളേണ്ടത്. അവിടെയാണ് ഒരു കൂട്ടം കപട പരിസ്ഥിതിവാദികൾ എന്ന് പറയുന്ന ആളുകൾ അതിന് വിഘാതമായിട്ടൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഇത് മലയോര ജനതയെന്ന് പറയുന്നത്. KCYM സംസ്ഥാന പ്രസിഡന്റ് എബിൻ കണിമലയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഡയറക്ടർ ഫാദർ ഡിറ്റോ ആമുഖ പ്രഭാഷണവും കോഴിമല രാജാവ് രാജമനാൻ മുഖ്യപ്രഭാഷണവും നടത്തി. കാഞ്ഞിരപ്പള്ളി രൂപത ഡയറക്ടർ ഫാദർ തോമസ് നരിപ്പാറയിൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബിൻ ജോസ്, കാഞ്ഞിരപ്പള്ളി രൂപത പ്രസിഡന്റ് അലൻ കല്ലൂരാത്ത്, സംസ്ഥാന കോർഡിനേറ്റർ ജിബി ഏലിയാസ്, ഡോക്ടർ നോർബർട്ട എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ 32 രൂപതകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 100ഓളം പ്രതിനിധികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയിൽ 54ാം സ്ഥാനം നേടിയ സോണറ്റ് ജോസി പരിപാടിയിൽ ആദരിച്ചു. കാഞ്ഞിരപ്പള്ളി രൂപത ആതിഥേയത്വം വഹിക്കുന്ന ക്യാമ്പ് ഞായറാഴ്ച 2 മണിയോടെ സമാപിക്കും.
കലയന്താനി കൊന്താലപ്പള്ളി മുസ്ലിം ജമാഅത്തിന്റെയും മഹൽ യുവജന കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കൊന്താലപ്പള്ളി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ക്ലാസിന്റെ ഉദ്ഘാടനം മഹൽ ചീഫ് ഇമാം ഷാഫി അൽ ഹസനി നിർവഹിച്ചു. ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനർ ഫിലിപ്പ് മമ്പാട് ക്ലാസിന് നേതൃത്വം നൽകി. കമ്മിറ്റി ചെയർമാൻ അമീർ കിഴക്കലിന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മഹൽ പ്രസിഡന്റ് PU മുഹമ്മദ്, അബു താഹിർ ബദരി, അൻസാരി സഖാഫി, അലിയാർ ഹാസിമി, അബ്ദുൽ ഹക്കീം ഹാസിമി തുടങ്ങിയവർ സംബന്ധിച്ചു. മഹൽ സെക്രട്ടറി KM ഹംസ സ്വാഗതവും വൈസ് പ്രസിഡന്റ് KE ജബ്ബാർ കല്ലുംപുറത്ത് നന്ദിയും പറഞ്ഞു. അവർ ആദ്യം ചെയ്ത നിലപാടുകൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു പോയി. ആദ്യം അവർ 22 പേര് കൗൺസിലിംഗ് കൊടുത്തു. അതിനുശേഷം അത് നടപ്പിലാക്കാതെ, അത് പാലിക്കാതെ വന്ന അവരെ വീണ്ടും വിളിച്ചുകൊണ്ട് ഒരു കത്ത് കൊടുക്കുന്നു മഹല്. മൂന്നാമത് കർശനമായ ഒരു ഫൈനൽ താക്കീത്. ഇതിലൊന്നും ഒതുങ്ങാതെ വന്നവരാണ് 19 പേര്. അവരുടെ പ്രാഥമിക അംഗത്വം എടുത്ത് കളയുന്നൊരു ചടങ്ങിലാണ് ഞാൻ സാക്ഷ്യം വഹിച്ചത്. ആ ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ശരത് ശക്തൻ IPS അവர்களுം, അതുപോലെ തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ അസിസ്റ്റന്റ് സൂപ്രണ്ട് പോലീസ് ഗോപാലകൃഷ്ണൻ സാർ അടങ്ങുന്നവരെല്ലാം രീതിയിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഇന്ന് ഈ കൊന്താപ്പള്ളി മഹല് ഇവിടെ വിശ്വാസികളെല്ലാം അത് വിൽക്കുന്നവരും ഇവിടെ മുഴുവൻ ലഹരി കടിമപ്പെട്ടവരുമാണെന്ന് പറഞ്ഞുകൊണ്ടല്ല എന്റെ ചിന്തയും എന്റെ ശ്രദ്ധയും ഒന്നും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി മുതൽ, അതാണ് അല്ലെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത്. ജനുവരി 18-ാം തീയതി 24 വയസ്സുകാരായ ഒരു ആഷിക താമരശ്ശേരിയിൽ സുബിത എന്ന് പറയുന്ന ഒരു 52 വയസ്സുകാരി ഉമ്മയെ അർബുദം പിടിപെട്ട് ചികിത്സയ്ക്ക് മൂത്ത മകളുടെ വീട്ടിൽ ഓപ്പറേഷൻ ശേഷം കിടന്നുറങ്ങുന്ന ഉമ്മയെ അയൽ വീട്ടിൽ നിന്ന് കത്തി വാങ്ങിക്കൊണ്ടെന്ന് 6 വെട്ടുകൾ വെട്ടി ആ സാധു സ്ത്രീയെ, സ്വന്തം ഉമ്മയെ കൊന്നുകൾ. ശേഷം താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ആ കത്തിയുമായിട്ട് കടന്നു ചെല്ലുവാണ് ചെറുപ്പക്കാരൻ. അപ്പൊ പോലീസ് ചോദിച്ചു, എന്റെ സുഹൃത്തുക്കളുടെ സർട്ടിഫിക്കറ്റ് അവിടെ. 15 മിനിറ്റ് കൊണ്ട് ജീപ്പ് ഈ സംഭവ സ്ഥലത്തെത്തി. അവിടെ എത്തുമ്പോ ഈ കട്ടിലടിയിൽ മറ്റൊരു കത്തിയിരിക്കുന്നത്, രക്തത്തിൽ ഇങ്ങനെ കുളിച്ച് പാതി കണ്ണ് തുറന്നുകൊണ്ട് ഒരു 35 കിലോ മാത്രം തൂക്കമുള്ള സുവിത എന്ന് പറയുന്ന ഒരു സാധു സ്ത്രീ അങ്ങനെ ശരീരത്തിൽ നിന്നും ജീവൻ നഷ്ടപ്പെട്ടു. പോലീസ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഈ കത്തി ചോദിച്ചപ്പോൾ ആ കട്ടിലടിയിരിക്കുന്ന കത്തി അടുക്കളയിൽ നിന്നെടുത്ത കത്തിയാണ്. പക്ഷെ കത്തിക്ക് മൂർച്ചയില്ലാത്തത് കൊണ്ട് കത്തി കട്ടിലടി വെച്ചു. പിന്നെ 2-3 വീടുകൾക്ക് അപ്പുറത്ത് പോയി തേങ്ങ വെട്ടാൻ കത്തി വേണമെന്ന് പറഞ്ഞ് മൂർച്ചയുള്ള കത്തി വേണമെന്ന് പറഞ്ഞ കൊണ്ടുപോകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA-ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ശ്രമിക്കുന്നില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കാഡ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രീൻ ഫെസ്റ്റ് വിത്ത് മഹോത്സവത്തിന് 26-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് ആരംഭിച്ചു. സെന്റ് പോൾസ് ആയുർവേദ ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് സീസൺ 3യുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. പ്രൊജക്ട് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU ഇടുക്കി ഏരിയ ശില്പശാല നടന്നു. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി G. വിജയാനന്ദ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.